രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചില ലാലേട്ടൻ ഫാൻസുകാർക്കും അദ്ദേഹത്തിനെ വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചില യൂട്യൂബുകാർക്കും വളരെ വലിയൊരു വിഷമം. അതായത് എമ്പുരാനും ബസുക്കയും കൂടെ റിലീസ് ചെയ്യുമ്പം എമ്പുരാനെ കുറ്റം പറയാനാണെങ്കിൽ പോലും മമ്മൂക്ക ഫാൻസ് ബസുക്കയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ബസുക്കെ അത് അവർ കാണാൻ പോലും സാധ്യതയില്ല. അവർ എമ്പുരാനെ കാണൂ, കുറ്റം പറയാനായിട്ടാണെങ്കിൽ പോലും എമ്പുരാൻ പരാജയപ്പെടുമെന്നൊക്കെ ഉള്ള ചർച്ചകളിൽ പങ്കെടുത്ത് എമ്പുരാൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമാകുകയാണ് മമ്മൂക്ക ഫാൻസ് എന്നും എമ്പുരാൻ്റെ ഒരു വലിയ വിജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയും അതോടൊപ്പം ബസുക്ക എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമ അദ്ദേഹത്തിൻ്റെ പോലും പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ അത് തിയേറ്ററിൽ തകർന്നു വീഴും എന്നൊക്കെയുള്ള രീതിയിൽ വിഷമിക്കുന്ന ചില ലാലേട്ടൻ ഫാൻസുകാരും അദ്ദേഹത്തിനെ വളരെ ശക്തമായിട്ട് ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ചില യൂട്യൂബുകാരും, പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് എന്നെപ്പോലുള്ളവർ തൻ്റെ ഇടത്തോടുകൂടി പറയും നമ്മൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോടാണ് നമ്മുടെ ഇഷ്ടമെന്ന്. ചില ആൾക്കാർക്ക് അത് തുറന്നു പറയാൻ ഭയങ്കര മടിയാണ്. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അത് കേൾക്കുന്നവർക്ക് അറിയാമല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ അത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ ഇറങ്ങുമ്പം ആരെയും കുറ്റം പറയാനൊന്നും നമ്മൾ തയ്യാറല്ല. എല്ലാവരെയും നമ്മൾ ഒരുപോലെ നല്ല രീതിയിൽ പറയാൻ മാത്രമേ തയ്യാറായിട്ടുള്ളൂ. ഇതുവരെയും ഇനി അങ്ങനെ തന്നെയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ വിജയം. പിന്നെ ചില അവരൊക്കെ തന്നെ അവരുടെ മറ്റൊരു വേവലാതി എന്ന് പറയുന്നത് ഇപ്പം മമ്മൂക്കയെക്കുറിച്ച് ഉള്ള വീഡിയോ ചെയ്യുമ്പം അത് കാണാൻ ആരും വരുന്നില്ല. നേരെ മറിച്ച് ലാലേട്ടനെ കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ പറയുമ്പം കുറ്റം പറയാനെങ്കിലും അതിൻ്റെ താഴെ മമ്മൂക്കയുടെ ആരാധകർ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷെ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നില്ല. ഇത് എൻ്റെ വളരെ നാളത്തെ ആയിട്ടുള്ള അഭിപ്രായമാണ്. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോയുടെ താഴെയുള്ള എൻ്റെ ഓരോ വീഡിയോയുടെ വ്യൂസ് എടുത്ത് നോക്കിയാലും അറിയാം മമ്മൂക്കയെക്കുറിച്ച് നല്ലത് പറയുമ്പം കേൾക്കാൻ വരുന്ന ആൾക്കാരേ ഉള്ളൂ. ഇപ്പം ലാലേട്ടനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും ആ വീഡിയോ കാണാറില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഉദാഹരണം എൻ്റെ വീഡിയോയുടെ ഞാൻ പറയുന്നത് നോക്കണ്ട, എൻ്റെ വീഡിയോയുടെ താഴോട്ടുള്ള അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യൂസ് ഒന്ന് എടുത്ത് നോക്കുമ്പം ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് എത്രയാണ് വ്യൂസ് വന്നിട്ടുള്ളത്, മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് എത്രയാണ് വ്യൂസ് വന്നിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചില ആൾക്കാരുടെ ഒരു വിഷമം എന്ന് പറയുന്നത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, മമ്മൂക്കയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന യൂട്യൂബുകാരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്നുള്ള ബഹളം നിർത്തിയിട്ട് തിയേറ്ററിൽ പോയി പടം കണ്ടായിരുന്നെങ്കിൽ മമ്മൂക്കയുടെ സിനിമ ഒരു 100 കോടിയെങ്കിലും കയറിയനായിരുന്നു, ഒരു 100 കോടി ക്ലബിലെങ്കിലും എത്തിയനായിരുന്നു എന്നൊക്കെ വേവലാതിപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ചില ലാലേട്ടൻ്റെ ഫാൻസുകാരെയും അതുപോലെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില യൂട്യൂബുകാരെയും കണ്ടിട്ടുണ്ട്. എങ്കിൽ എനിക്ക് നേരെ തിരിച്ചാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ലാലേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഫൈറ്റ് ചെയ്യുകയും നിങ്ങൾ തിയേറ്ററിൽ പോയി അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും കാണാൻ തയ്യാറാവാത്തപ്പോഴാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാറുന്നത്. എനിക്കും വിഷമം ഉണ്ടാക്കാത്തതിനകത്ത്. കാര്യം ഇപ്പം ഷിബു ബേബി ജോണെ പോലുള്ള ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള മുൻ MLA മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ഷിബു ബേബി ജോൺ അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചിട്ട് അദ്ദേഹം ഈ മലൈക്കോട്ടെ വാലിബൻ്റെ ഒരു തിയേറ്ററിലുള്ള ബോക്സ് ഓഫീസിലുള്ള ഒരു പ്രകടനം കണ്ട് വിഷമിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മമ്മൂക്ക ഏത് തരത്തിലുള്ള റോളുകൾ ചെയ്താലും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ സ്വീകരിക്കും, ലാലിൻ്റെ അത്തരത്തിലുള്ള എല്ലാ റോളുകളും സ്വീകരിക്കാൻ ലാലിൻ്റെ പ്രേക്ഷകർ തയ്യാറാവുന്നില്ല. അത്തരം മറന്നുപോയ ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ വീഡിയോ കിട്ടും. ഇതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. 150 കോടിയിൽ ബറോസ് പോലൊരു സിനിമ എടുത്ത് തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് ഒരു സാക്നിൽക്കിൻ്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷൻ വരുന്നത് മാക്സിമം ഒരു 14-15 കോടി മാത്രം വേൾഡ് വൈഡ് കളക്ട് ചെയ്യുക. 150 കോടി മുടക്കിയ ഒരു സിനിമയ്ക്ക് ഏതാണ്ട് 14 കോടിയോളം മാത്രം കളക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന് ഇത്രയും വലിയൊരു വ്യത്യാസത്തിൽ ഒരു സിനിമയ്ക്ക് നഷ്ടം സംഭവിക്കുമോ എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഞാൻ ഇത്രയും വലിയൊരു തകർച്ച, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു തകർച്ച ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത്രയും ഭീമാകരമായിട്ടുള്ള ഒരു തകർച്ച എന്ന് പറയുന്നത്. കാര്യം ഈ ലാലേട്ടൻ്റെ ഫാൻസിനെ സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കും. ഇവരൊക്കെ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നെങ്കിൽ ലാലേട്ടൻ്റെ ഈ സമീപകാലത്ത് ഇറങ്ങിയപ്പോൾ മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് അത്യാവശ്യം നല്ല സിനിമയാണ്, ലാലേട്ടൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു. ലാലേട്ടൻ്റെ ഫാൻസുകാർ തന്നെ പറഞ്ഞത് ഇതൊക്കെ പക്ഷേ അവരാരും തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ല. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു തകർച്ച ഉണ്ടായത്. ഇപ്പം എൻ്റെ നിർമ്മാതാവിന് പറയേണ്ടി വന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ OTTയിൽ വിറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ വിറ്റ് ബിസിനസ് പരമായിട്ട് നഷ്ടമില്ലാതെ പോയി എന്ന് പറയേണ്ടി വന്ന്.
തിയേറ്ററിൽ അതിന്റെ പ്രകടനം എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ട്. അതുപോലെ ബറോസ് എന്ന് പറയുന്ന ലാലേട്ടന്റെ എക്കാലത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സംവിധായകനാകുക എന്ന് പറഞ്ഞാൽ. സംവിധായകനാകുക മാത്രമല്ല, സംവിധായകനാകാൻ സാധാരണ നമുക്കറിയാം ഒരാൾ ഒരു സിനിമ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ കൊണ്ടുവന്നിട്ടോ ചിലപ്പോൾ 2 or 3 സിനിമയൊക്കെ ആകുമ്പോഴായിരിക്കും അയാൾക്ക് ഡയറക്ടേഴ്സ് അസോസിയേഷനിൽ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുക. ഇപ്പോൾ ലാലേട്ടനെ നമുക്കറിയാം ഉണ്ണികൃഷ്ണനെ പോലുള്ള ആൾക്കാർ വിളിച്ചിട്ട് ബറോസ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ലാലേട്ടനെ ഒരു ID കാർഡ് വരെ കൊടുത്ത് അദ്ദേഹത്തിന് ഒരു മെമ്പർഷിപ്പ് കൊടുത്ത കഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഡയറക്ടേഴ്സ് അസോസിയേഷനകത്ത്. അപ്പൊ അത്രയും വലിയൊരു താല്പര്യമാണ് ഉണ്ണികൃഷ്ണനെ പോലെ ലാലേട്ടനുമായിട്ട് അടുത്ത് നിൽക്കുന്ന സംവിധായകരുടെ ഭാഗത്ത് നിന്ന്. അതുപോലും ലാലേട്ടന്റെ പ്രേക്ഷകർക്കില്ല. അദ്ദേഹം ഒരു സിനിമ ഒരുക്കി വെച്ചാൽ ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ചിലപ്പോൾ കുറ്റോ കുറവോ ഉണ്ടെങ്കിൽ അത് സഹിക്കേണ്ടുന്നത് ലാലേട്ടന്റെ ഫാൻസുകാർ. അത് മറ്റൊന്നും കൊണ്ടല്ല, ലാലേട്ടന്റെ എക്കാലത്തെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു സിനിമ ഡയറക്ടർ ആവുക എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ചില പാളിച്ചകൾ ഉണ്ടാവും. അപ്പം അതിന് പോലും തയ്യാറാവാത്ത ലാലേട്ടൻ ഫാൻസ്, ഇപ്പൊ ലാലേട്ടനെ അനുകൂലിച്ച് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ മമ്മൂക്ക ഫാൻസിനോടൊപ്പം ലാലേട്ടൻ ഫാൻസും തെറി പറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളതാണ് രസം. കാര്യം മറ്റു ചില വീഡിയോകളിൽ ലാലേട്ടന് വേണ്ടിയിട്ട് ശക്തമായിട്ട് കമന്റ്സ് ഇടുന്ന ആൾക്കാർ വന്നിട്ട് അതിനകത്ത് നല്ലത് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള ലാലേട്ടൻ ഫാൻസുകാരാ. അപ്പൊ ഇവരൊക്കെ തിയേറ്ററിൽ പോയി മമ്മൂക്കയുടെ കേസ് മുമ്പേ ലാലേട്ടൻ ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കണക്ക് ദയവ് ചെയ്ത് എനിക്ക് ലാലേട്ടൻ ഫാൻസിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ മുണ്ട് മടക്കി കൊടുക്കുന്നതും തുണിയില്ലാതെ ലാലേട്ടൻ നിക്കറിട്ടുകൊണ്ട് നിൽക്കുന്നതും മീശ വിരിച്ചുകൊണ്ട് നിൽക്കുന്ന സിനിമയ്ക്ക് മാത്രമല്ല, നല്ല നല്ല സിനിമകൾ ലാലേട്ടൻ്റെ വരും. മലയക്കോട്ടെ വാലിബനും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ബറോസ് പോലുള്ള വലിയ പാളിച്ചകളൊന്നും ഇല്ലാത്ത സിനിമകൾ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ വരും. അല്ലാതെ നിങ്ങൾ ഈ ജിത്തു ജോസഫിന്റെ കുറെ സിനിമകൾ ഇറക്കുമ്പം ആ ലാലേട്ടൻ അത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾ കാണാൻ പോകും. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് മറ്റൊരു പാറ്റേൺ ലാലേട്ടന്റെ സിനിമകൾ മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. അപ്പൊ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരു റോള് ചെയ്യാൻ അദ്ദേഹത്തിന് ഭയമാണ്. കാര്യം അത് എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കാര്യം അതെല്ലാം ലാലേട്ടന്റെ ഫാൻസുകാർ ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വേണ്ടി കിടന്ന് ഇത്രയും ഫൈറ്റ് ചെയ്യുന്ന യൂട്യൂബർമാരും മറ്റു ആൾക്കാരും ഒക്കെ വന്നിട്ട് അത് തിയേറ്ററിൽ പോയി കാണത്തുമില്ല, പടമൊക്കെ ദുരന്തമാക്കി മാറ്റുകയും ചെയ്യും. വീണ്ടും വീണ്ടും ലാലേട്ടനെ ഓരോരുത്തർ കുറ്റം പറയുന്ന രീതിയിലേക്ക് പോകും. അപ്പൊ നല്ലത് പറയുന്ന നമുക്ക് പോലും ഇവർ തെറി വിളിച്ചുകൊണ്ട് വരിക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ലാലേട്ടനെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അതൊരു വിജയമാക്കുക. നിങ്ങൾ 100 കോടിയൊന്നും ലാലേട്ടന്റെ സിനിമ എത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. മമ്മൂക്കയുടെ ഫാൻസിനോട് നിങ്ങൾ പല പ്രാവശ്യം ലാലേട്ടൻ ഫാൻസുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കിടന്ന് തർക്കിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കിടന്ന് വാദിക്കാതെ തിയേറ്ററിലോട്ട് പോയെങ്കിൽ ഒരു 100 കോടി കിട്ടിയേനായിരുന്നെന്ന്. തിരിച്ച് ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് 100 കോടിയൊന്നും നിങ്ങൾ ലാലേട്ടൻ ഉണ്ടാക്കി കൊടുക്കണ്ട, അദ്ദേഹത്തിന്റെ സിനിമ നിങ്ങളൊന്ന് വിജയിപ്പിച്ചുകൂട്. ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പാവം പിടിച്ച മനുഷ്യൻ, എനിക്ക് വിഷമമുണ്ട്. ഇപ്പൊ ജിത്തു ജോസഫിനെ കൊണ്ട് ദൃശ്യം 1, 2, 3, 4, 5 ഒക്കെ അദ്ദേഹത്തിന് എഴുതിപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പൃഥ്വിരാജിനെ കൊണ്ട് ഇപ്പം ലൂസിഫറും എമ്പുരാനും കഴിഞ്ഞിട്ട് ഇപ്പോഴേ അദ്ദേഹം ലാലേട്ടൻ മൂന്നാമത്തെ ഭാഗത്തിനുള്ള വെപ്രളം പിടിക്കുക ലാലേട്ടൻ. മുരളി ഗോപിക്ക് അത്തരത്തിലുള്ള ഒരു കഥയായിട്ടില്ല, പൃഥ്വിരാജിനൊന്നും ആയിട്ടില്ല. അപ്പം ദേവി ചെയ്ത് അദ്ദേഹത്തിനെ നിങ്ങൾ 1, 2, 3, 4, 5, 10 ഒന്നും എടുപ്പിക്കാതെ അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങൾ പുതിയ പുതിയ കഥകളിലേക്ക് അദ്ദേഹത്തിന് വരാനുള്ള ധൈര്യം നിങ്ങൾ കൊടുക്കുക. ഇത് ലാലേട്ടൻ ഫാൻസിനോടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനി ഇതിനെ പുറത്ത് എൻ്റെ താഴെ കമന്റ്, വീഡിയോയുടെ താഴെ വന്ന് ചിലപ്പോൾ നിങ്ങൾ കമന്റ് എഴുതുമായിരിക്കും, നിങ്ങളെ കൊണ്ട് അതേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം തിയേറ്ററിൽ പോയി എന്നാലും നിങ്ങൾ ലാലേട്ടൻ്റെ പടം കാണാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയുന്ന 2010 കാലഘട്ടങ്ങളിലും 2012 കാലഘട്ടങ്ങളിലും 2008 കാലഘട്ടങ്ങളിലും ഒക്കെ ഇവിടെ എന്ത് സംഭവിച്ചെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇല്ല പോളണ്ടിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പഴയ കഴിവും പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടം കണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിലവിൽ എന്താണ് ഇവരുടെ അവസ്ഥയെന്നല്ലേ നോക്കേണ്ടത്. നിലവിൽ ഇപ്പോൾ ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊണ്ട് നിൽക്കുന്നത് മമ്മൂക്ക തന്നെയാണ്. അല്ലാതെ പണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. ലാലേട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറയുക, അദ്ദേഹത്തിന്റെ സിനിമ ഒന്ന് വിജയിപ്പിക്കാൻ നിങ്ങളൊന്ന് സഹകരിക്കുക. താങ്ക് യു.